നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. കോടതിയിൽ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവ് എന്നുമാണ് വിമർശനം. ഇന്ന് എനിക്കൊരു 3-4 പേര് ഒരുപോലെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണത്. ശരിക്കും പറഞ്ഞാല് ഇപ്പം കറന്റ്ലി ഫോണൊക്കെ ഓഫീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുക ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എടുത്ത് നോക്കി എന്നൊക്കെ പറയുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഈ സാധനം എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 2-3-4 ആൾക്കാരുടെ ചാറ്റ് തുറന്നു നോക്കുമ്പോൾ ഒരു യൂട്യൂബ് ലിങ്കാണ് നോക്കുമ്പോൾ ഇതാണ് സാധനം. കാരണം ഈവൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഞാൻ നമ്മളുടെ സ്വന്തം ബബ്ബ ആക്ടറിന്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കുന്ന ഒരാളാണ് എന്നാണ് നിങ്ങൾ പ്രത്യക്ഷപരമായി പറയുന്നത്. ഞാൻ അതൊന്നുമല്ല, ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. അപ്പൊ അതിജീവിതയ്ക്കൊപ്പവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ ബബ്ബയ്ക്ക് ഓപ്പോസിറ്റ് ആയി തോന്നുന്നുണ്ട്. അത് തികച്ചും നിങ്ങളുടെ ചിന്താഗതി മാത്രമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇവിടെ എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ, ചേച്ചിമാർ, സന്ധ്യ ചേച്ചിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ ഒരു സാധനം ഷെയർ ചെയ്തു തന്നെ. അതിനുശേഷമാണ് കുമാരേട്ടൻ എന്ന് പറഞ്ഞ പോലെ കുമാരേട്ടത്തി ഇരുന്ന് ഈ വീഡിയോ കാണുന്നതും വിഷയം കാണുന്നതും. അപ്പൊ ഞാൻ കരുതി സംസാരിക്കാണ്ടിരിക്കാൻ പാടുമോ, അതിജീവിതയുടെ വക്കീൽ കൂർക്കം വലിച്ചുറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ പാടുമോ? അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും നിങ്ങൾ ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. കോടതിയിൽ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവ് എന്നുമാണ് വിമർശനം. എന്നിട്ടാണ് കോടതി 2 സാധനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് 10 ദിവസമേ എത്തിയിട്ടുള്ളൂ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. രണ്ടാമത്തെ സാധനം കോടതിയിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു പോയിന്റ്. അപ്പം ആദ്യത്തെ ഒരു സാധനം 10 ദിവസമേ കോടതിയിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ ദിവസം എന്ന് പറയുന്ന ഒരു സാധനം കോടതി എടുത്തങ്ങ് പറയണമെങ്കിൽ അതിന് ചിലപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. ആദ്യം തന്നെ കോടതിയിൽ അറ്റൻഡൻസ് ബുക്ക് ഉണ്ടോ അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടോ എനിക്കറിയില്ല. കറക്റ്റ് 10 ദിവസം എന്നുള്ളത് കോടതി എടുത്ത് കണക്ക് പോലെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചത്. അപ്പം ആദ്യം തന്നെ 10 ദിവസം വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതിജീവിതയുടെ വക്കീലിനോട് നിങ്ങൾ അതൊന്ന് തെളിയിക്കണം. നിങ്ങൾ കോടതി കൊണ്ടുപോയി തെളിയിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇനി ഇത്രയും കൊല്ലത്തിനിടയിൽ, ഞാനിപ്പോൾ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങി ഇത്രയും കൊല്ലത്തിനിടയിൽ ഇതിലും പ്രമാദമായ പല വിഷയങ്ങൾ ഈ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ മീഡിയയിൽ ഡിസ്കഷനും ഡിബേറ്റും വർത്താനും തല്ലുവിളിയും ഒച്ചപ്പാടും ഒക്കെ നടന്നിട്ടുണ്ട്. അറിയാലോ, ഒക്കെ നടന്നിട്ടുണ്ട്. അന്ന് കോടതിക്കെതിരെ നല്ല രീതിയിലുള്ള അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ പൊതുവെ ഈ ഒരു കേസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിജീവിതയുടെ വക്കീലാണ് മെയിനായിട്ട് പല കാര്യങ്ങളും പറയുന്നത്. പിന്നെ അതിജീവിതയെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന 3-5 ആക്ട്രസ്മാരും, അല്ലാണ്ട് ആരും കോടതിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന പല കേസിലും ജനങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പായി മാറിയിട്ട് കോടതിക്ക് അഗെയിൻസ്റ്റ് സംസാരിച്ചിട്ടുള്ള കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മിണ്ടാണ്ടിരുന്ന ഒരു കോടതി ഈ ഒരു കേസിൽ ഇപ്പൊ റീസെന്റ്ലി നമ്മളുടെ അഡ്വക്കേറ്റ് വന്നിട്ട് മെമ്മറി കാർഡിന്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇത്രയും ദിവസം മിണ്ടാത്ത കോടതി 2 അലിഗേഷനായിട്ട് വന്നു. ഒന്ന് 10 ദിവസമായിട്ടേ വന്നിട്ടുള്ളൂ എന്നുള്ളത്. എന്തായാലും 10 ദിവസമെങ്കിലും വന്നല്ലോ. തീരെ വരാണ്ട് ആ കേസ് തിരിഞ്ഞു നോക്കാണ്ട് വായയ്ക്ക് തോന്നിയതുപോലെ സംസാരിച്ചിട്ടില്ലല്ലോ. 10 ദിവസമെങ്കിലും വന്നല്ലോ. അപ്പൊ അതവിടെ കിടക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇനി വന്നിട്ട് ഈ ആള് കടന്നുറങ്ങുക എന്ന് പറഞ്ഞ കോടതിയിനോട്, ഇങ്ങനെ കടന്നുറങ്ങുകയാണെങ്കിൽ ഈ മെമ്മറി കാർഡിൽ ഒപ്പിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയും? മെമ്മറി കാർഡ് ചോർന്ന കാര്യം എങ്ങനെ പറയാൻ സാധിക്കും? നമ്മുടെ മെമ്മറി കാർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ എതിർഭാഗം വക്കീലും 8ാം പ്രതിയും കൂടെ കയറി ചോദിച്ചപ്പോ കോടതി ആ പോരെ ഇരുന്ന് കണ്ടോ, നമ്മളുടെ സിനിമ ഷോ ഇതാ നടക്കുന്നതെന്ന് കണ്ട് മെമ്മറി കാർഡ് തുറന്ന് കാണിച്ചില്ലായിരുന്നോ? ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെ ചോദിക്കും? അവിടെ കടന്നുറങ്ങിയാൽ പോരെ? പിന്നെ നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? കോടതിയിൽ കടന്നുറങ്ങുക എന്ന് പറയുന്നത് ഇതെന്താ ലിറ്ററലി ഇറ്റ്സ് എ പ്ലേസ് ടു സ്ലീപ്പ് ലൈക്ക് ദിസ്? എന്തുവാ ഈ പറയുന്നത്? ഈ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്, ക്ഷീണം എല്ലാവരുടെ ജീവിതത്തിലുള്ള ഒരു സാധനം. ഈവൻ പല വീഡിയോ എടുക്കുന്ന സമയത്തും ഇപ്പൊ ഈവൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂട്ടുവായി വരുന്നുണ്ട് എന്ന് കരുതി ഞാനിവിടെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൽ എനിക്ക് ബോധമില്ല എന്നൊരർത്ഥമൊന്നുമില്ല. ക്ഷീണം വരാം,
ഉച്ചയ്ക്ക് ശേഷമൊക്കെ നടക്കുന്ന ഒരു സെഷനോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ സെഷൻ എടുക്കുന്ന സമയം എനിക്ക് തന്നെ ടയേർഡ് വരും. ഈ റീസെന്റ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു കൗൺസിലിംഗ് എടുത്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 2:15 ആയപ്പോഴേക്ക് ഞാൻ എടുക്കുന്ന ഒരു കൗൺസിലിംഗാണ്. ഈ 2:15 സെഷൻ ആയ സമയം ആയപ്പോഴേക്ക് തന്നെ ഞാൻ ഭയങ്കര ടയേർഡായി പോയിട്ടുണ്ട്. എൻ്റെ കണ്ണിങ്ങനെ വീണിട്ടുണ്ട്. ഇപ്പൊ ക്ഷീണം എല്ലാ വ്യക്തികൾക്കും വരാം. പക്ഷെ ഈ കോടതിയുടെ വർത്താനം കേട്ടാൽ തോന്നും 10 ദിവസം പോലും വന്നിട്ടില്ല, വന്ന എല്ലാ ദിവസവും കോടതി കടന്ന് കൂർക്കം വലിച്ചുറങ്ങാണ്. പ്രമാദമായ ഒരു കേസ് മുന്നിൽ ഡിസ്കഷൻ നടക്കുക, ജഡ്ജി ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് അഡ്വക്കേറ്റ് നിൽക്കുന്നുണ്ട്, അവർ പല പോയിന്റും പറയുന്നുണ്ട്, മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വരിക. ഇവരിങ്ങനെ ഈ വന്നിരിക്കുന്ന സമയത്ത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ കടന്നുറങ്ങും. രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മുടെ അതിജീവിത ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഇന്നേ വരെ വന്നിട്ടുമില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല. അതിന് പകരം ആ ജഡ്ജിനെ മാറ്റണം എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കടന്നുറങ്ങുന്ന ഒരാൾക്ക് ആരെങ്കിലും ഒരാൾ സ്വന്തം കേസ് കൊടുക്കുമോ? എന്തേലൊക്കെ അങ്ങ് പറയും. തന്നെ മെമ്മറി കാർഡിന്റെ വിഷയത്തെ പറ്റി ചോദിച്ചപ്പോൾ അതിന് പറയാൻ പ്രത്യേകിച്ച് മറുപടി ഇല്ല. അപ്പം എന്തേലൊക്കെ പറയണല്ലോ, പറഞ്ഞാലല്ലേ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ. അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ വായിക്ക് തോന്നിയത് പറയുകയാണോ ഈ കോടതിയുടെ ഒരു സിസ്റ്റം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഈ കടന്നുറങ്ങുക എന്ന് പറയുന്ന ഒരു സാധനം 10 ദിവസമായിട്ട് 10 ദിവസം വന്നല്ലോ, ഓക്കെ ഫൈൻ, ഞാനത് വിടുന്നു, എനിക്ക് അറിയില്ല. രണ്ടാമത്തെ ദിവസം ഈ ഉറങ്ങുക എന്ന് പറയുന്നത് എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് പറയുന്നത്. ക്ഷീണം വന്നു, ഒന്ന് കണ്ണ് വാളിപ്പോയി, ഫൈൻ. അത്രയും ദിവസം കടന്നുറങ്ങുക എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ എനിക്ക് അറിയില്ല. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് എന്നും കോടതി കുറ്റപ്പെടുത്തി. കോടതിയിലെ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ വിമർശനം ഉണ്ടായത്. ഗുഡ് ഈവനിംഗ് 24 ഇന്ന് അതല്ലേലും ഞാൻ പ്രതീക്ഷിച്ചല്ലോ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ വക്കീല് ചോദിക്കുമ്പം കോടതിക്ക് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം ഇപ്പൊ കറന്റ് ഇല്ല. അപ്പൊ പകരം റിപ്ലൈ കൊടുക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെയാണ്. അതങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചലം കുത്തുക എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, അതിന്റെ ഒരു വേറൊരു ഫോമാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പൊ ഈ അലിഗേഷൻസ് കോടതിയോട് ചോദിച്ചില്ലെങ്കിൽ ഒന്നും സംസാരിക്കാനില്ല, ബാക്കി 6 ആളുടെ വിധിയായിട്ട് അത് അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. പക്ഷെ ആളിപ്പോൾ റിസൾട്ട് കൊടുത്തിട്ട് മീഡിയനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അപ്പീൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ആ കാര്യങ്ങൾ കേൾക്കാനാണ് നമ്മളുടെ അതിജീവിതയ്ക്കൊപ്പമുള്ള നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് ഇപ്പോൾ വന്നിട്ട് കറന്റ് ഈ വിഷയത്തെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആളുടെ സൈഡിലുള്ള റെസ്പോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വക്കേറ്റ് ടി ബി മിനി തത്സമയം ചേരുകയാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഗുഡ് ഈവനിംഗ്. ഇതിപ്പോൾ ഈ കോടതിയുടെ വിമർശനം, അതായത് വിചാരണ കാലയളവിൽ 10 ദിവസം മാത്രമാണ് കോടതിയിൽ ആകെ ഹാജരായിട്ടുള്ളത്, അത് തന്നെയും കുറച്ച് സമയം, ആ സമയത്തൊക്കെ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുകയാണ്. ഒരു അഭിഭാഷകയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിമർശനം ഇതിന് മുൻപൊന്നും ഏതെങ്കിലും ഒരു കോടതി ഇങ്ങനെ ഒരു വിമർശനം നടത്തിയതായി നമ്മൾ കേട്ടിട്ടില്ല. ഇത് അങ്ങേയറ്റം അപമാനകരമായൊരു വിമർശനമല്ലേ അഡ്വക്കേറ്റ് ടി ബി മിനി? തീർച്ചയായിട്ടും. അതായത് ഇതിന്റെ ഒരു ഞാൻ എന്താണോ ഈ കോടതി, ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ കോടതിയിൽ. ഇന്നത്തെ കേസ് നിങ്ങൾ അറിയണം, ഈ ട്രയലൊക്കെ കഴിഞ്ഞു, ജഡ്ജ്മെന്റും വന്നു. ഞാനൊരു 2-2.5 വർഷക്കാലമായി എൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കോടതിയിൽ റോളൊന്നുമില്ല, പക്ഷേ ആസ് എ വിക്ടിം ലോയർ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാണ് എൻ്റെ ജോലി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ഓഫീസിലെ വർക്ക് ഒരു 10-12 മണിയാകുമ്പോഴേക്കും കഴിച്ച് ഞാൻ പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആ കോടതിയിൽ എല്ലാ ദിവസവും, മറ്റ് 2-3 പോലീസുകാരുണ്ട്, ഞാനുണ്ട്, എല്ലാ ദിവസവും ആ കോടതിയിൽ ട്രയൽ സമയത്ത് എനിക്ക് വക്കാലത്ത് മാറി വന്നതിന് ശേഷം, അതിക്ക് മുന്നേ സഞ്ജയ് എന്ന അഡ്വക്കേറ്റായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ ചെന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ട്രയൽ മുഴുവൻ കണ്ടിട്ടുണ്ട്, ഹിയറിംഗ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. റിപ്ലൈ കഴിഞ്ഞ് റിപ്ലൈക്ക് ആർഗ്യുമെന്റ് നോട്ട്, റിപ്ലൈ ആർഗ്യുമെന്റ് നോട്ട് പ്രോസിക്യൂട്ടർ ഫയൽ ചെയ്യണത് വരെ രാപ്പകലില്ലാതെ ഞാൻ നിന്നിരുന്നു. അതായത് നിങ്ങൾ എൻ്റെ റുട്ടീൻ അറിയണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാനൊരു കേസ് വാദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ കേസ് കറന്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റുള്ള വക്കീലും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു കൂട്ടിലുള്ള 8 പേരും എന്താണ് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അവരുടെ സംസാരവും ഇവർ പിടിക്കുന്ന പോയിന്റും ബേസ് ചെയ്തിട്ടാണ് ഈ പോയിന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യാനുള്ള കാര്യം ഞാൻ കോടതിയിൽ പറയേണ്ടത്. അവിടെ ചെന്ന് ഈ ഉറങ്ങിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറയാൻ സാധിക്കില്ല. കോടതിയുടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ചോദ്യങ്ങൾക്കും കോടതിക്ക് മറുപടിയില്ല. ഇപ്പം ഇവൻ ഈ അതിജീവിതം വന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ജഡ്ജിനെ വേണ്ട എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് മറുപടിയില്ല. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് മറുപടിയില്ല. ഇങ്ങനെ പല സൈഡ് ഓഫ് ആംഗിളിൽ നിന്ന് അതിജീവിതയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് മറുപടിയില്ല. അതിന് പകരം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് എനിക്ക് മെമ്മറി കാർഡ് കാണണം എന്ന് പറഞ്ഞ സമയം തന്നെ ആ വന്നോ ഇരുന്ന് കണ്ടോന്ന് കണ്ട് മെമ്മറി കാർഡ് തുറന്നു കൊടുത്തു. ഇത് ഏത് കൈൻഡ് ഓഫ് ആംഗിളാണ്? ആൻഡ് ഇത്രയും കൊല്ലത്തിന്റെയും കാലത്തിന്റെയും ഇടയിൽ ഇന്നേ വരെ കേൾക്കാത്ത പുതിയൊരു സാധനമാണ് കടന്നുറങ്ങി എന്ന് പറയുന്നത്.
എനിക്ക് ഇതൊക്കെ ഏത് ആംഗിളിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കോടതി ഇത് പറയുന്നത്? ഇത് പറയുന്നുണ്ട് കോടതി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയാണ്, ഓപ്പോസിറ്റിലെ അഡ്വക്കേറ്റ് വെറുതെ അവിടെ കൂർക്കം വലിച്ച് കടന്നുറങ്ങുകയായിരുന്നു, അതുകൊണ്ടാണ് ആൾക്ക് അറിയാത്തത്, ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, ഡിബേറ്റ് ചെയ്യുന്നില്ല എന്നോ? ചെറിയ മക്കൾ പറയുന്ന കാര്യങ്ങളാണിത്. ചെറിയ മക്കള്, അവൻ എന്നെ കോപ്പി അടിച്ചു, ഇവൻ എന്നെ നുള്ളി, അവൻ കിടന്നുറങ്ങി, അവൻ എന്നെ തോണ്ടി എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ കോടതി സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ആരെ സപ്പോർട്ട് ചെയ്യാൻ? പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടുന്നു? രാവിലെ 12:30 കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്കും കോടതി ഈ കേസ് തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോരുമ്പോൾ ഞാനും പ്രോസിക്യൂട്ടറും ഒരുമിച്ചാണ് പോരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ 3 മണിയാകുമ്പോഴേക്ക് എത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു 5 മണി, 5:30, 6 മണിയൊക്കെ ആകുമ്പോൾ കോടതി വീണ്ടും വിടുന്നു. ഞങ്ങൾ ചായ കുടിച്ച് നേരെ പ്രോസിക്യൂട്ടർ ഓഫീസിൽ ഇരിക്കുന്നു. ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ രാത്രി 12 മണി 1 മണിയാവുമ്പോൾ ഞാൻ വീട്ടിലെത്തുന്നത്. എൻ്റെ ഓഫീസിലെ വർക്കായിട്ടല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വർക്കായിട്ട്. ഈ വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രം എന്നൊരു കണക്ക്, അത് കോടതിക്ക് എവിടെ നിന്നാണ് അങ്ങനെ ഒരു കണക്ക് കിട്ടുന്നത്? അതിനുള്ള കൃത്യമായ മറുപടി താങ്കൾക്ക് ഉണ്ടോ? ഇപ്പോ മോശമായ രീതിയിൽ ഉണ്ട്. ഇത്രയൊക്കെ ഈ കേസിന് വേണ്ടി എഫോർട്ട് എടുക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം ആൾക്കിത് എത്ര പെയിൻഫുൾ ആണെന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഞാൻ പറയാം, ഈ കേസിനോട് ആ രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ എന്തിനാള് മീഡിയയിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കുന്നു? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായ മീഡിയക്കാർക്ക് ഏറ്റവും കൂടുതൽ സംസാരം കൊടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള, അതിജീവിതയ്ക്ക് വേണ്ടി വാലിഡ് പോയിന്റ്സുകൾ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇവർ തന്നെയാണ്. ഇവർക്ക് ഒരു ഉറക്ക ലാഘവത്തോടു കൂടിയാണ് ഈ കേസിനെ കാണുന്നതെങ്കിൽ ഇവർക്ക് ഈ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഇതൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ രീതിയിലുള്ള പരിപാടി ചെയ്താൽ മതി. ഇവിടെ പല ആൾക്കാരും പൈസ കൊടുത്ത്, കിൻഡൽ കണക്കിന്, കോടി കണക്കിന് പൈസ കൊടുത്തിട്ടാണ് പല കേസുകളിലും ഡീൽ ചെയ്യുന്നത്. ആ ആൾക്കാരെടുക്കുന്നതിനേക്കാളും എഫോർട്ടാണ് പല വ്യക്തികളും. നമ്മുടെ പ്രൊഫഷനോട് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പൈസയിൽ ഉപരി നമ്മളവിടെ നോക്കുന്ന നമ്മളുടേതായ ഒരു ഇൻഹറന്റ് ക്യാരക്ടർ ഉണ്ട്, അതൊക്കെ വേണം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്ന സമയത്താണ് നമ്മളുടെ സമയവും നമ്മളുടെ എല്ലാം മറന്നുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ ആള് പറഞ്ഞൊരു റൂട്ടീൻ പ്രകാരം രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ഈ കേസിന് ആള് പ്രയത്നിക്കുന്നുണ്ട്. ഇവൻ അതിജീവിതയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അതിജീവിത ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്ന, സംസാരിക്കുന്ന, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ആളും ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആൾക്ക് ഇങ്ങനത്തെ ഒരു കേസ് കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയില്ലേ? ഞാൻ എല്ലാ ദിവസവും ഇരുന്നിട്ടുള്ള, ചിലപ്പോഴൊക്കെ എനിക്കും ജീവിക്കണ്ടേ. 1-2 കേസിന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്കിന് പോകുമ്പോഴല്ലാതെ ഈ റിപ്ലൈ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യുന്നത് വരെ ഞാൻ അവിടെ ഉണ്ട്. പിന്നെ ഈ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ പ്രോസിക്യൂഷനോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, എല്ലാ ദിവസവും എന്താണ് എന്നോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശത്രുത ഈ കേസിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിൽക്കാൻ ഈ നാട്ടിൽ ഒരു അഡ്വക്കേറ്റ്സിന് കഴിയില്ല. കാരണം അവർക്കൊക്കെ എല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഈ അഡ്വക്കേറ്റ് വർക്ക് നടത്തുന്നത്. അവർക്ക് ഇത്രയധികം സമയം പൈസ പോലും ഇല്ലാതെ ഇതിന് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡെഡിക്കേഷനിൽ മാത്രം നടക്കുന്ന. താഴെ ഇവിടെ പറയുന്ന ഒരു സാധനവുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. എന്താ പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനുള്ളൊരു പരിഗണനയെ ആള് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു സാധനം അതിൽ പറയുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തത്, വേറെ കേസുകൾക്ക് പോയി എന്ന് പറയുന്ന സമയത്ത് വേറെ കേസുകൾക്ക് പോകലാണോ ഒരു കമ്മിറ്റ്മെന്റ്? അങ്ങനത്തെ 3-4 കമന്റ് കാര്യങ്ങൾ ഈ ന്യൂസിന്റെ താഴെ കണ്ടു. ഞാൻ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഒരു അഡ്വക്കേറ്റിന് ജീവിതകാലം മുഴുവൻ ഒരു കേസല്ല ഡീൽ ചെയ്യുക, ഒന്നിലധികം കേസ് ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഒരു കൗൺസിലറാണ്, ഞാൻ അറ്റ് എ ടൈം തന്നെ ഒന്നിലധികം ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണ്. ഞാനിവിടെ അതിജീവിതയുടെ ടോപ്പിക്ക് മാത്രമല്ല വേറെയും എത്രയൊക്കെയോ ടോപ്പിക്കുകൾ ഞാനെടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി അതിജീവിതയുടെ ടോപ്പിക്കിന് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു അഡ്വക്കേറ്റ് ആവുമ്പം അവർക്ക് ഒരുപാട് കേസുകൾ ഉണ്ടാവും. അപ്പോൾ അവർ പല കേസുകളിലും ഡീൽ ചെയ്യും. പല കേസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് പല കോടതികളിൽ പോകേണ്ടി വരും, പല ഡിസ്കഷൻ നടത്തേണ്ടി വരും, പല ഡിബേറ്റുകൾ നടത്തേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കേസിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടിട്ട് ആളിപ്പോൾ ഒരു കേസിന്റെ ആവശ്യത്തിന് ഇങ്ങനെയൊന്ന് പോയി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാ കംപ്ലീറ്റ് തെറ്റാന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതൊക്കെ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം വേറൊരു കേസിന്റെ ഭാഗമായിട്ട് ആള് പോയി എന്ന് പറഞ്ഞിട്ട് ആൾ ഈ കേസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പറയാൻ പറ്റില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്ന് തുടങ്ങിയ കേസാണിത്? അതൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന് കൊടുത്തിട്ട് അയാൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ അയാൾ നിർത്തിപ്പോയി അടുത്ത ആൾ ജോയിൻ ചെയ്ത. ഇനി ഇയാളെയും ഈ കേസിൽ നിന്ന് കളഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരാളെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടാണ്ടിരിക്കാനുള്ള കളിയാണോ കളിക്കുന്നത്?
കളിക്കുന്നത്? പേഴ്സണലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നേ വരെ ഒരു കേസിലും ഒരു കോടതിയും പറയാത്ത ഓരോ സാധനങ്ങളാണ് പറയുന്നത്. ഇവരിവിടെ കിടന്ന് ഉറങ്ങി, അതുകൊണ്ടാണ് പല വാദവും കേൾക്കാത്തതെന്ന്. അവർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി ആക്ച്വലി കൊടുത്ത വിഷയം തീരില്ലേ? എന്തിനാണ് മെമ്മറി കാർഡ് എക്സ്പോസ് ചെയ്തത്, എന്തിനാണ് പ്രതിനെ കാണിച്ചത് എന്ന് ചോദിക്കാൻ കോടതിയുടെ സൈഡിലൊരു മറുപടി ഇല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ഈ വിഷയം എങ്ങനെയൊക്കെയൊക്കെയോ ആക്കുക. എന്ത് കളിയാണ് അവർ കളിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കുക. എന്നാൽ ഞാൻ പോട്ടെ, ഇനി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ BP കൂടും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.